കേരളത്തിലെ ജനനം കൊണ്ട് ഇപ്പോൾ കടലും കടന്ന് UAE-ലടക്കം പല രാജ്യങ്ങളിലേക്ക് പോകുന്ന അസ്വർ എന്ന് പറയുന്ന ഒരു പ്രീമിയം പെർഫ്യൂമിന്റെ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ അസ്വർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിലേക്ക് വന്ന ഒരു പ്രീമിയം പെർഫ്യൂമിലേക്ക് വന്നത്? നിങ്ങളുടെ ഒരു ജേർണി ഒന്ന് പറയോ? അസ്വദ് പെർഫ്യൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2018 തലശ്ശേരിയിൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് വളരെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു തുടക്കമായിരുന്നു. കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഷോറൂം നിങ്ങൾക്കറിയാലോ, ഞാനൊരു പ്രവാസി ആയ സമയത്താണ് ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരു വലിയൊരു സ്വപ്നം എന്നുള്ള രീതിയിൽ 2018 നമ്മൾ ഈ ഒരു സ്ഥാപനം തുടങ്ങാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ ഏൽപ്പിച്ച ടീം ഇനോഗ്രേഷന് 2 ദിവസം മുമ്പ് തന്നെ പണിയൊന്നും പൂർത്തിയാക്കിയത് അവർ കടന്നു കളഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഇനോഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തു, ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ പ്ലാൻ ചെയ്തു. നമ്മൾ അന്ന് ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 200ഓളം ഊതിൻ്റെ മരങ്ങളൊക്കെ നമ്മൾ വരുന്ന ഇനോഗ്രേഷൻ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലുള്ള സമയത്ത് ആകെ എന്താ പറയുക, വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നെ വേറൊരു ടീമിനെ വെച്ചിട്ട് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു ടൈം പോലും ഇല്ല, കാരണം ഒരു 2 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആകെ ഡിസപ്പോയിൻ്റ് എടുക്കുന്ന സമയത്ത് ഇത് ഇവിടെ വെച്ച് നിർത്താമെന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണറുണ്ട്, ആ പാർട്ട്ണറുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ പാർട്ട്ണർ പറഞ്ഞു, ഇഫ് യു ആർ ഗോയിങ് ടു ഗിവ് അപ്പ് നൗ യു വിൽ നെവർ എവർ ഗോയിങ് ടു ബി എൻ എൻ്റർപ്രനർ. സോ യു പ്രൊസീഡ് വിത്ത് വാട്ട് യു ഹാവ് പ്ലാൻഡ്. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇനോഗ്രേഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് ആ ഷോറൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ലൈറ്റിൻ്റെ വർക്ക് ഉണ്ടായിരുന്നില്ല, ഇലക്ട്രിക്കൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ലൈറ്റ് ഇല്ല, ഫ്ലോറിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തിനാണ് പറയുന്നത്, ഒരു ഡോർ പോലും ഒന്നും ആ സ്റ്റോറിന് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് നമ്മളത് ഇനോഗ്രേഷൻ വളരെ ഭംഗിയായി നടന്നു, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ചെയ്തു. പിന്നെ ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് പറയുകയാണെങ്കിൽ അറൗണ്ട് ദ വേൾഡ് 15 സ്റ്റോർസ്, അസ്വദിൻ്റെ എക്സ്ക്ലൂസീവ് 15 സ്റ്റോർസ് ഇന്ന് അസ്വദിന് പല രാജ്യങ്ങളായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ വെസ്റ്റ് ആഫ്രിക്കയിലും സൗത്ത് ആഫ്രിക്കയിലൊക്കെ അസ്വദിൻ്റെ പ്രൊജക്റ്റ് ഇപ്പം എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അസ്വദിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പഠിച്ചൊരു പാടുന്നത് യു നെവർ ഗിവ് അപ്പ്, നെവർ എവർ ഗിവ് അപ്പ്. ഓക്കെ.